ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ വന്നിട്ട് അനിയൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും തട്ടിക്കയറുകയാണ്. അവരോട് സംസാരിക്കുന്നത് വെച്ചാൽ എന്തൊക്കെ സഹായങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് 1000 രൂപ ഞാൻ ചോദിച്ച സമയത്ത് അത് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? അപ്പോൾ സുരേന്ദ്ര ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏയ് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ആർക്ക് സഹായം ചെയ്തു എന്നാണ് ഈ പറയുന്നത്? ഞങ്ങളൊരു ചെറിയ ചെറ്റക്കുടിൽ പോലുള്ള വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ മേഘ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, അത് നീ മറന്നുപോയോ? അതെ, വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടതും നിങ്ങൾ തന്നെയല്ലേ, അത് നിങ്ങൾ മറന്നുപോയോ? അവൻ തിരിച്ചു ചോദിച്ചപ്പോൾ മേഘയ്ക്ക് ഉത്തരമില്ല. ഈ ഒരു കാര്യവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണത്തിന് വാങ്ങിയ കാറാണ്. ഓ, വലിയൊരു ചോദ്യം ചോദിച്ചു വന്നിരിക്കുന്നു. പെട്ടെന്ന് മേഘയ്ക്ക് അവനോട് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. വലിയ ആളായിട്ട് അഹങ്കാരത്തോടെ നിൽക്കുകയാണ് സുരേന്ദർ. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ഓ, ഇത് നീ അധ്വാനിച്ച് വാങ്ങിച്ചതാണോ? നന്നായി, നീ അധ്വാനിച്ച് വാങ്ങിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? മേഘ കേട്ടില്ലേ, വലിയ അധ്വാനശീലമുള്ള ഒരാൾ. അത് കേട്ടപ്പോൾ സുരേന്ദറിന് ദേഷ്യം വരികയാണ്. ഏയ്, ഒരു കാര്യം പറയാം, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ഇതിൽ ആവശ്യമില്ലാതെ നീ തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ മാമനെ പറഞ്ഞപ്പോൾ മേഘയ്ക്ക് ദേഷ്യം കയറാണ്. ഡാ, നിർത്തിക്കോ നീ. അദ്ദേഹം ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെന്നോ? നന്നായിട്ടുണ്ട് കേൾക്കാൻ. നിന്റെ ബുദ്ധി തന്നെ കള്ളത്തരമുള്ള ബുദ്ധിയാണ്. മക്കൾ പരസ്പരം തല്ലുകൂടുന്നത് കണ്ടിട്ട് ഒന്നും ചെയ്യാനാവാതെ നിൽക്കുവാണ് ശരവണൻ. അപ്പോൾ സുരേന്ദ്ര പറയുന്നുണ്ട്, ചേച്ചി സംസാരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്ക്. എന്താടാ, സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? മേഘയും വിട്ടുകൊടുക്കുന്നില്ല. മേഘ വീണ്ടും അവനെ കളിയാക്കുകയാണ്. എൻ്റെ കാറിൽ നിന്നും 10 ലക്ഷം രൂപ മോഷ്ടിച്ചവനല്ലേ നീ? അതിനും മറുപടി പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് സുരേന്ദർ. കള്ളന്മാരായ ഒരുപാട് കൂട്ടുകാരെയും കൂടി കൂട്ടിയിട്ട് വന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് ഗവൺമെൻറ് സ്ഥലമാണെന്നും പറഞ്ഞിട്ട് കാശ് തട്ടിയെടുത്തവനല്ലേടാ നീ? ശരവണൻ ഒന്നും പറയാതെ നിൽക്കുകയാണ്. കാരണം സുരേന്ദ്രന് ദേഷ്യം വരുന്നുണ്ടെന്ന് അയാൾക്ക് അറിയായിരുന്നു. സുരേന്ദ്രാണെങ്കിൽ ഒന്നും പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. മേഘ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, പറയടാ, പറ, എന്നെ പറ്റിച്ചിട്ട് കൊണ്ടുപോയ പണത്തിന് നീയും നിൻ്റെ കൂട്ടുകാരും എന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ നിങ്ങളോട് മുൻപേ സത്യമായിട്ട് പറഞ്ഞതല്ലേ, അവർ പണം തട്ടിച്ചിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല, അവരാ പണവും കൊണ്ട് പോയതാണ്. പിന്നെ നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ മണ്ടിയല്ലേ? സത്യം പറ, ആ പണത്തിൽ നിന്നും തട്ടിയെടുത്ത ആ പണത്തിൽ നിന്നുമല്ലേ നീ ഈ ഫ്ലാറ്റും കാറും ഒക്കെ വാങ്ങിച്ചത്? ശരവണൻ മേഘയോട് പറയുന്നുണ്ട്, വേണ്ട മോളെ, ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ. പക്ഷേ മേഘ അതൊന്നും കേൾക്കുന്നില്ല. ഇനി ആരെയൊക്കെ പറ്റിച്ചിട്ടില്ലെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ പിന്നെ പറയടാ, നിനക്ക് എവിടുന്ന് ഈ കാറ് വാങ്ങിക്കാനുള്ള 8 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടിയത്? പറ. അല്ലാതെ നീ ആരെയും തട്ടിയെടുക്കാതെയൊന്നും നിനക്ക് ഈ പണം കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മേഘ വീണ്ടും വീണ്ടും അവനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സുരേന്ദ്ര ശരവണനോട് പറയുന്നുണ്ട്, അച്ഛാ, ചേച്ചിയാണെന്ന് നോക്കില്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. അപ്പോൾ ശരവണനാങ്കിൽ 2 മക്കൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയാണ്. അയാൾ സുരേന്ദ്രനോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റ് മോനെ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പോൾ സുരേന്ദ്ര പറയാണ്, അച്ഛാ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിനാണ് ഈ കാർ വാങ്ങിച്ചത്, അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. പക്ഷേ മേഘ വീണ്ടും വീണ്ടും അവനെ പ്രൊവോക്ക് ചെയ്യാണ്. മേഘ പറയുന്നുണ്ട്, ആഹാ, കൊള്ളാലോ, നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിച്ച പണത്തിന് വാങ്ങിച്ചതാണ് ഈ കാറല്ലേ? നല്ല കഥയാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്. നീ എന്തായാലും അധ്വാനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സുരേന്ദ്രൻ വീണ്ടും ശരവണനോട് പറയാണ്, അച്ഛാ, മതി, ചേച്ചിയോട് നിർത്താൻ പറ. എൻ്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ പറ. ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ മേഘയും ചൂടാവുകയാണ്. ഏയ്, എന്താടാ, പേടിപ്പിക്കുകയാണോ? നീ എന്താ ചെയ്യുക? നീ ചെയ്ത് കാണിക്ക്, നോക്കട്ടെ. അതുവഴി ആൾക്കാർ പോകുമ്പോൾ ഇവരെ 2 പേരെയും നോക്കുന്നുണ്ട്. അപ്പോൾ ശരവണൻ പറയുന്നുണ്ട്, മേഘ മോളെ, എന്തിനാ മോളെ ഇങ്ങനെ പുറത്തു നിന്ന് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്? വാ, വീട്ടിനകത്ത് പോയിട്ട് സംസാരിക്കാം, വാ, അകത്തേക്ക് വാ. ശരവണൻ സമാധാനത്തോടു കൂടി മേഘയെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ സുരേന്ദ്ര പറയുന്നുണ്ട്, അച്ഛാ, അവരെ വീട്ടിനകത്തേക്ക് വിളിക്കൊന്നും വേണ്ട. മേഘ അത് കേട്ടപ്പോൾ പറയാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ട് സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, മര്യാദയ്ക്ക് എന്നെ പറ്റിച്ചിട്ട് തട്ടിയെടുത്ത പണം തിരിച്ചു തരാൻ നോക്ക്. അപ്പോൾ സുരേന്ദ്രൻ വിട്ടുകൊടുക്കുന്നില്ല. അവനും പറയാണ്, നോക്ക്, ഞാനൊരു കാര്യം പറയാം, 5 പൈസ പോലും തിരിച്ചു തരില്ല. നിങ്ങൾ ആരാണോ പറ്റിച്ചത് അവന്മാരുടെ അടുത്ത് പോയിട്ട് ചോദിക്ക്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എടാ, അവന്മാരെ കൂട്ടിയിട്ട് വന്നത് നീയല്ലേ? എന്നിട്ട് അച്ഛനെയും മോനെയും ചേർത്തുകൊണ്ട് പറയാണ്, നിങ്ങളെല്ലാവരും ഒരുപോലെ കള്ളന്മാർ തന്നെയാണ്. മര്യാദയ്ക്ക് എന്നെ പറ്റിച്ചിട്ട് കൊണ്ടുപോയ പണം തിരിച്ച് എനിക്ക് തന്നെ തരാൻ നോക്ക്. സുരേന്ദർ അച്ഛനോട് പറയാണ്, അച്ഛാ, ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല. വാ, നമുക്ക് വീട്ടിലകത്തേക്ക് പോവാം. മേഘയ്ക്ക് വേണ്ടി മനോഹരം സംസാരിക്കുകയാണ്. നിന്നോട് മര്യാദയ്ക്കല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് മേഘയെ പറ്റിച്ചിട്ട് നേടിയ പണമൊക്കെ തിരിച്ചു തരാൻ നോക്ക്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെയാ. മേഘയോടുള്ള ദേഷ്യം കാരണം സുരേന്ദർ മനോഹരനോട് പറയുന്നുണ്ട്, നിന്നോട് മര്യാദയ്ക്കാണ് പറഞ്ഞത്, നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? മര്യാദയ്ക്ക് വായി പൂട്ടിയിട്ട് പോവാൻ നോക്ക്. അപ്പോൾ ശരവണനോട് ചോദിക്കുകയാണ് മനോഹരൻ, ഏയ്, നിങ്ങളൊക്കെ ഒരു വലിയ മനുഷ്യനാണോ?
മകനെ സംസാരിക്കാൻ വിട്ടിട്ട് ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുന്നത്? നിങ്ങളുടെ സ്വന്തം മോള് തന്നെയല്ലേ ഇതും? ഇത് ഒരു നേരത്തെ ചോറിന് പോലും വകയില്ലാതെ എവിടെയോ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. എന്നിട്ട് അവളെ പറ്റിച്ച് പണം ഉണ്ടാക്കി നിങ്ങളും നിങ്ങളുടെ മകനും ചേർന്നിട്ട് വലിയ ബംഗ്ലാവും കാറും ഒക്കെ വാങ്ങി സുഖസൗകര്യത്തോടെ ജീവിക്കുന്നു. ശരവണൻ ഒന്നും പറയാതെ മേഘയുടെ ദുരവസ്ഥ അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ ചോറിൽ ഉപ്പ് തന്നെയല്ലേ ഇടുന്നത്? മനോഹരം വിട്ടുകൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ മകനും പോയി തൂങ്ങിച്ചാവുന്നതാ. അച്ഛനെ പറഞ്ഞു കേട്ടപ്പോൾ സുരേന്ദ്രൻ്റെ ദേഷ്യം വരാണ്. ഏയ്, ആരെ നോക്കിയിട്ട് എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? ഇനി ഒരു വാക്ക് മിണ്ടിക്കഴിഞ്ഞാ അടിച്ച് പല്ല് പൊളിക്കും ഞാൻ. സുരേന്ദ്രൻ മനോഹരനെ തല്ലാൻ വേണ്ടി കയ്യോങ്ങാണ്. അപ്പോൾ മേഘയും ശരവണനും വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരനും വിട്ടുകൊടുക്കുന്നില്ല. എന്താടാ, വരട്ടാൻ വരികയാണോ? ഒരു അടി കൂടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. അതുകൂടെ കേട്ടതോടെ സുരേന്ദ്രൻ്റെ ദേഷ്യം കൂടുകയാണ്. അവൻ നേരെ വന്ന് മനോഹരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഫൈറ്റ് നടക്കുന്നു തോന്നിയപ്പോൾ മേഘയും ശരവണനും ഇടയിൽ കയറിയിട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. അവസാനം രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കിയിട്ട് മേഘ ദേഷ്യത്തോടെ സുരേന്ദ്രനോട് പറയുന്നുണ്ട്, സുരേന്ദർ, നീ എന്നെ പറ്റിച്ചിട്ടാണ് ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാണ്, ഈ വീട് വിറ്റിട്ട് എൻ്റെ പണം തിരിച്ചു തരാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. സുരേന്ദ്രൻ വിട്ടുകൊടുക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം, 10 പൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്, പോവാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് സുരേന്ദ്രൻ അവളെ പുച്ഛത്തോടെ പറയുവാണ്. സുരേന്ദ്രൻ പുച്ഛത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ശരവണൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മേഘ ശരവണനോട് പറയാണ്, അച്ഛാ, മര്യാദയ്ക്ക് എന്നെ പറ്റിച്ചിട്ട് നിങ്ങളുടെ മകൻ എടുത്ത പണം തിരിച്ചു തരാൻ പറയാൻ നോക്ക്. അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ മകൻ ജയിലിലേക്ക് തന്നെ പോവും. അത് കേട്ടതും ശരവണൻ നന്നായിട്ട് ഭയന്നിട്ടുണ്ടായിരുന്നു. അയാൾ സഹതാപത്തോടെ വിളിക്കുകയാണ് മേഘ. പക്ഷെ അച്ഛനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കാരണം മേഘ മനോഹരനോട് പറയാണ്, മാമ വാ പോവാം. മനോഹരൻ ശരവണനോട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛത്തോടെയാണ് മേഘയ്ക്കൊപ്പം അയാളും തിരിച്ചു പോകുന്നത്. ചന്ദ്രിക കുളി കഴിഞ്ഞ് വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷം ബെഡിലേക്ക് എന്തോ എടുക്കാൻ വേണ്ടി കുഞ്ഞതും അവളുടെ നടു ഉളുക്കുവാണ്. പെട്ടെന്ന് വേദന എടുത്തത് കാരണം ചന്ദ്രിക വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു. ആ അമ്മ എന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അവളവിടെ കട്ടിലിരുന്ന് പോവുകയാണ്. അപ്പോഴേക്കും മലർ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറ്റിയത്? ഏയ് ഒന്നുമില്ലടാ, അമ്മയുടെ നടു ചെറുതായിട്ട് ഉളുക്കിയതാ, ഇപ്പം ശരിയാവും. പക്ഷെ അവൾ എഴുന്നേക്കാൻ നോക്കുമ്പോഴൊന്നും പറ്റുന്നില്ല. അവൾ അമ്മ അമ്മ എന്നിങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ മലർ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. അന്ന് കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് നടുവിനൊരു ചെറിയ അപകടം പറ്റിയതാ. അന്ന് മുതൽ നടു ഇടയ്ക്കിടയ്ക്ക് ഉളുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജീവൻ പോകുന്ന വേദനയാടാ എന്നൊക്കെ അവൾ കരയുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അവൾ വേദന കൊണ്ട് അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മി കേൾക്കാത്തത് കാരണം അവർ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മലറിനോട് പറയാണ് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ലക്ഷ്മിയും ജാനകി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നിടത്തേക്കാണ് മലർ പോയിട്ടുണ്ടായിരുന്നത്. അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അതിശയത്തോട് ചോദിക്കണം എന്തിനാ കാരണം എന്ന്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് നടുവേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ട് മുത്തശ്ശിയെ വിളിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ടാണ് മുറിയിലേക്ക് പോകുന്നത്. ചന്ദ്രികയാണെങ്കിൽ വേദന കൊണ്ട് അവിടെ പൊളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രിക കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. കാറന്ന് ആക്സിഡൻ്റ് ആയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നടു ഉളുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞപ്പോഴേക്കും നടു ഇതായിപ്പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വേദന കൊണ്ട് ഇതാക്കുവാണ് ചന്ദ്രിക. അമ്മ ഏതെങ്കിലും തൈലം ഉണ്ടെങ്കിൽ ഒന്ന് തേച്ച് തരാമോ? എങ്കിൽ ചൂടുവെള്ളം വെച്ച് പിടിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, തൽക്കാലം തൈലം തേച്ച് തന്നാൽ മതി എന്ന് ചന്ദ്രിക പറയുകയാണ്. ശരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി തൈലം എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോയി തൈലം കൊണ്ടുവരികയാണ്. എന്നിട്ട് ചന്ദ്രിക അവിടെ ബെഡിൽ കിടന്ന സമയത്ത് ലക്ഷ്മി തൈലം തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ചന്ദ്രിക വേദന കൊണ്ട് പൊളയാണ്. ജാനകി ചോദിക്കുന്നുണ്ട്, ഏയ് ചന്ദ്രിക, നിനക്ക് ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? ആ, നല്ല ജീവൻ പോകുന്ന വേദനയുണ്ട്. വണ്ടി ബ്രേക്ക് നഷ്ടപ്പെട്ട സമയത്ത് എവിടെയോ കൊണ്ട് ഇടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ജാനകി കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ആ ദുഷ്ടം കാരണം എൻ്റെ മോൾ എന്തോരം വേദനയാണ് സഹിക്കുന്നത്. ലക്ഷ്മി തൊടുന്തോറും ചന്ദ്രിക വേദന കൊണ്ട് പൊളയാണ്. അയ്യോ അമ്മ പതിയെ ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എന്തോ ഭാഗ്യം കൊണ്ട് ചെറുതായിട്ട് അപകടം സംഭവിച്ചതാണെന്ന് സമാധാനിക്ക് ജാനകി. അവൻ വയർ കട്ട് ചെയ്തത് പ്രകാരം എന്തെങ്കിലും വലിയൊരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആ മഹേഷിനെ പിടിച്ച് ജയിലിലടച്ചാൽ മാത്രമേ ഇന്ന് നമ്മുടെ മക്കൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ദിവസം കഴിയും തോറും ഇവർ പേടിച്ച് പേടിച്ച് മരിക്കും. അപ്പോൾ ചന്ദ്രിക വേദന കൊണ്ട് ഇങ്ങനെ ഇതാക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മ മതി അമ്മ, ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് നോക്കട്ടെ, വേദന കുറയുമായിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് വേദന കുറയുന്നുണ്ടോ എന്ന് നോക്ക്, ഇല്ലെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോവാം. ലക്ഷ്മി അത് കഴിഞ്ഞ് ജാനകിയോട് പറയുന്നുണ്ട്, മനസ്സിനെന്തോ ഒരു വല്ലായ്ക പോലെ, നമുക്ക് രണ്ടുപേർക്കും ക്ഷേത്രത്തിൽ പോയി മക്കളുടെ പേരിൽ അർച്ചന നടത്തിയിട്ട് വരാമോ? അതെ, ശരിയാ, ഞാനും ചിന്തിച്ചതാണ്, നമുക്ക് രണ്ടുപേർക്കും ഇപ്പം തന്നെ പോവാം. അപ്പോൾ മലര് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാനും നിങ്ങളുടെ കൂടെ വരാം. ചന്ദ്രികയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ 3 പേരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വരുന്നത്. സിദ്ധു വീട്ടിൽ വന്നപ്പോൾ ആരെയും കാണുന്നില്ല. അവൻ ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിക്കുകയാണ്, അമ്മ
അമ്മായി, മലർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. മുകളിൽ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു മുകളിൽ വരുന്ന സമയത്ത് ചന്ദ്രിക അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ ചന്ദ്രികയെ കണ്ടപ്പോൾ കൂളായിട്ട് വിളിക്കുകയാണ്, ഏയ് ചന്ദ്രിക. പക്ഷേ സിദ്ധുവിനെ കണ്ടപ്പോൾ അവൾ സാരി കുറച്ച് കയറ്റി വെച്ചത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. പക്ഷെ അങ്ങനെ എഴുന്നേറ്റത് കൊണ്ട് ചന്ദ്രികയുടെ വേദന ഒന്നുകൂടി കൂടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സിദ്ധുവിന് മനസ്സിലായത് ചന്ദ്രികയ്ക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണെന്ന്. അവൾ വേദന കൊണ്ട് പൊളയുകയാണ്. ചന്ദ്രിക, എന്താ പറ്റിയത്? പറയ്. ഇല്ല സർ, ഒന്നുമില്ല. കാർ ആക്സിഡൻറ്റിൽ ചെറുതായിട്ട് ഇടുപ്പിനൊരു അടി കൊണ്ട പോലെ എനിക്ക് തോന്നുന്നു. ഏയ്, എന്താ ചന്ദ്രിക ഇപ്പോൾ പറയുന്നത്? ഇത്രയും ആയിട്ട് എന്താ ഇതുവരെ പറയാതിരുന്നത്? വാ, എഴുന്നേക്ക്, ഡോക്ടറെ അടുത്തേക്ക് പോവാം. വേണ്ട സർ, ഇപ്പോൾ അമ്മ വന്നിട്ട് തൈലം തേച്ച് തന്നിട്ട് പോയതാണ്. കുറച്ച് നേരം കൊണ്ട് ശരിയായിക്കോളും. എന്തൊക്കെയാണ് ചന്ദ്രിക നീ പറയുന്നത്? അടി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ തയ്യാറാവുന്നുമില്ല. നിനക്ക് സ്വന്തമായിട്ട് ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് തൈലം തേച്ചത് കൊണ്ട് മാറുമെന്ന് നീ പറയുന്നത്? വാ, എഴുന്നേക്ക്, ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട സർ, ഹോസ്പിറ്റലിലേക്കൊന്നും പോവേണ്ട. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നീ റെസ്റ്റ് എടുക്ക്. മടിച്ച് ചന്ദ്രിക അവനോട് പറയുന്നുണ്ട്. സർ, എന്താ ചന്ദ്രിക? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അമ്മയും അമ്മായിയും ഒക്കെ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. എനിക്ക് അടുക്കളയിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം എടുത്തു തരാമോ സർ? എന്തിനാ ചന്ദ്രിക ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഇപ്പം തന്നെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു വേഗം അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് ചോറൊക്കെ അതിലെടുത്തിടുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സിൽ വെള്ളം കൂടി എടുത്തിട്ടാണ് സിദ്ധാർത്ഥ മുറിയിലേക്ക് വന്നത്. ചന്ദ്രിക ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ കഴിപ്പിച്ചു തരാം. വേണ്ട സർ, ഞാൻ കഴിച്ചോളാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീ എന്തിനാ ഇപ്പോൾ കരയുന്നത്? ഏയ്, ഒന്നുമില്ല സർ. നല്ലോണം വേദനിക്കുന്നുണ്ടോ ചന്ദ്രിക? അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ശരീരത്തിലുള്ള വേദന സഹിക്കാൻ സാധിക്കും സാർ, പക്ഷേ മനസ്സിലുള്ള വേദന സഹിക്കാൻ കഴിയുന്നില്ല. മഹേഷ് കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് സർ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ കരഞ്ഞു പോവുകയാണ്. സിദ്ധാർത്ഥ് ഒന്നും പറയാനാവാതെ ചന്ദ്രികയുടെ ദുഃഖത്തിൽ പങ്കുചേരുവാണ്. അപ്പോൾ ചന്ദ്രിക അവനോട് പറയുന്നുണ്ട്, എനിക്ക് ചെറുതായിട്ടൊരു മുറിവ് സംഭവിച്ചപ്പോൾ തന്നെ സാർ ഇത്രയേറെ വേദനിക്കുന്നു. പക്ഷേ ആ മഹേഷ് എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് സാറിന് അറിയാമോ? എത്രയൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് സാറിന് അറിയാമോ? ചന്ദ്രിക ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവൻ താലി പൊട്ടിച്ച ആ ഒരു കാര്യമാണ് ഓർക്കുന്നത്. അത് ഓർക്കുന്തോറും അവളുടെ കണ്ണ് നിറയാണ്. തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന താലി പൊട്ടിച്ച് ആ മഴയത്ത് തന്നെ തള്ളിയിട്ടിട്ട് മഹേഷ് പോയത് ആലോചിച്ചിട്ട് അത് സിദ്ധുവിനോട് പറഞ്ഞു കൊടുക്കുവാണ് ചന്ദ്രിക. മഹേഷിൻ്റെ കാമുകിയുടെ വീട്ടിൽ നിന്ന് മഹേഷിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അവൾ ചന്ദ്രികയെ പിടിച്ച് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേഷ് ആണെങ്കിൽ കഥ കടച്ചു കളഞ്ഞു. അതിനുശേഷം ചന്ദ്രിക വീട്ടിലുള്ള സമയത്ത് മഹേഷ് കള്ളു കുടിച്ച് വന്നിട്ട് അവളോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ അവൾ അവനെ പുറത്തേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ മഹേഷ് ചന്ദ്രികയെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചന്ദ്രിക ഓരോ കാര്യങ്ങൾ ചെയ്തതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സിദ്ധുവിനോട് പറയും തോറും അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷവും ആ ചെറിയ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് പോലും മഹേഷ് ചന്ദ്രികയ്ക്ക് സ്വൈര്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സാർ എൻ്റെ അടുത്ത് സ്നേഹമായിട്ട് നടക്കുന്ന സമയത്തൊക്കെ അവൻ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നതും എന്നെ ഉപദ്രവിക്കുന്നതുമാണ് സാർ എനിക്ക് ഓർമ്മ വരിക. അതുകൊണ്ടാണ് ഓരോ നിമിഷവും ഞാൻ പോലും അറിയാതെ ഞാൻ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം അവൻ എന്നെ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സ് അത്രത്തോളം അവൻ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആർക്കും അതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. അവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ എത്രത്തോളം മറക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും അതൊന്നും എന്നെക്കൊണ്ട് മറക്കാൻ സാധിക്കുന്നില്ല സർ. ചന്ദ്രിക അവളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ സിദ്ധുവിനോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ധു ഒന്നും മറുപടി പറയാതെ അവൾക്കൊപ്പം ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആ മഹേഷ് കാരണം ഒരു കാലത്തും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സർ. ഓരോ തവണയും അവൻ എന്നെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കാരണമാണ് സാറും മലരും ഇങ്ങനെ വേദന സഹിച്ച് പേടിച്ച് ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുവാണ്. അവൻ എന്നെ കൊന്നാൽ മാത്രമേ എന്നോടുള്ള ദേഷ്യം തീരുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മുഴുവൻ കേട്ടതിന് ശേഷം സിദ്ധു അവളോട് പറയുന്നുണ്ട്, ചന്ദ്രിക, എന്നെ ഒഴിവാക്കി നിൻ്റെ മേൽ അവൻ്റെ ഒരു ശ്വാസം പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സർ, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് മഹേഷ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഓരോ തവണയും അവൻ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. മഹേഷ് കാരണം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് കുഴപ്പമില്ല സർ. പക്ഷേ ഞാനല്ലാതെ നിങ്ങൾക്കോ മലറിനോ നമ്മുടെ വീട്ടിലിരിക്കുന്ന മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു സർ. അവൻ കാരണം എനിക്കെന്ത് സംഭവിച്ചാലും അത് ഞാൻ സഹിക്കും. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ഇങ്ങോട്ട് നോക്ക്, മഹേഷിനെ പോലീസ് നന്നായിട്ട് വലവീശി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അവനെ പോലീസ് പിടിക്കുക തന്നെ ചെയ്യും. വെറുതെ അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നീ എന്തിനെങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നാ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കുകയാണ് സിദ്ധു. എന്നിട്ട് വീണ്ടും അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ചന്ദ്രിക അവനോട് പറയുന്നുണ്ട്, സാറിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ വലിയൊരു പുണ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സർ.
നീ മാത്രമല്ല ചന്ദ്രിക, ഞാനും കഴിഞ്ഞ ജന്മത്തിൽ വലിയൊരു പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെയും മലറിനെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി അവൻ്റെ കൂടെ ജീവിച്ച് ഡൈവോഴ്സ് ചെയ്താൽ പോലും അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ആരും സ്വീകരിക്കില്ല സർ. ഇനി അയാൾ സ്വീകരിച്ചാൽ പോലും അയാളുടെ കുടുംബക്കാരും തന്നെ സ്വീകരിക്കില്ല. ആ ഒരു കാര്യത്തിലാണെങ്കിലും ഞാൻ ഒരു ഭാഗ്യം ചെയ്ത പെണ്ണാണ്. നിങ്ങളാണെങ്കിലും അമ്മായി ആണെങ്കിലും വാസുമാവനാണെങ്കിലും എന്നെ പൂർണ്ണ മനസ്സോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ സന്തോഷം മതി എനിക്ക് സർ. ഈ ജീവിതത്തിൽ ഞാൻ മരിച്ചാൽ പോലും സമാധാനത്തോടെയാണ് കണ്ടുപൂട്ടുക. ചന്ദ്രിക, എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത്? മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുവാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പെയിൻ കില്ലർ എടുത്ത് ചന്ദ്രികയ്ക്ക് കൊടുക്കുവാണ്. അപ്പോൾ അവൾ അവിടെ കിടന്ന സമയത്ത് അവളുടെ ഇടുപ്പ് അവൻ തടവി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക മടിയോടെ പറയുന്നുണ്ട്, സർ അതൊന്നും കുഴപ്പമില്ല, നീ ഉറങ്ങാൻ നോക്ക്. ചന്ദ്രികയുടെ കാലുകളൊക്കെ തടവിയിട്ട് അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറയുകയാണ് സിദ്ധു. അവൾ വല്ലാത്ത സന്തോഷത്തോടു കൂടി സിദ്ധുവിനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടിയത് തൻ്റെ ഭാഗ്യമാണെന്ന് ആലോചിച്ചുകൊണ്ട്. അതേസമയം മേഘയാണെങ്കിൽ റോഡിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അവളുടെ മനസ്സ് നിറയെ ടെൻഷനാണ്. ഈ നാട് മുഴുവൻ പോലീസുകാർ എന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണ്. അതുകൊണ്ട് ഒരു വലിയ കമ്പനിയിലും എനിക്ക് ജോലി അന്വേഷിച്ച് പോകാൻ സാധിക്കില്ല. ഒരു സ്ഥലത്ത് പോയാലും പോലീസുകാർ എന്നെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. ഇങ്ങനെ പോയാൽ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഞാൻ അലയേണ്ടി വരും. അതുകൊണ്ട് എന്ത് ജോലി കിട്ടിയാലും ചെയ്യേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ചന്ദ്രികയോട് പ്രതികാരം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് മേഘ ഓപ്പോസിറ്റായിട്ടൊരു വീട് കാണുന്നത്. അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ആൾക്കാർ മേസ്ത്രി പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മേഘ അങ്ങോട്ടേക്ക് പോയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട് വന്നതാണ്. എൻ്റെ കുടുംബം കുറച്ച് പട്ടിണിയിലാണ്. എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരാമോ? അത് കേട്ടപ്പോൾ മേഘയുടെ ലുക്കൊക്കെ കണ്ടിട്ട് അയാളിങ്ങനെ അടിമുടി നോക്കുവാണ്. കാരണം വെൽ ഗെറ്റപ്പിലാണ് മേഘ ഉണ്ടായിരുന്നത്. അയാൾ അതിശയത്തോടെ മേഘയോട് ചോദിക്കുകയാണ്, നിന്നെ കാണുമ്പോൾ വലിയ വീട്ടിലെ പെണ്ണിനെ പോലെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള നീ വന്നിട്ട് എന്നോട് ജോലിക്ക് ചോദിക്കുന്നത്? മോള് എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ച പഠിപ്പിനൊന്നും എനിക്ക് ജോലി കിട്ടുന്നില്ല സാർ. എന്ത്? പഠിച്ച പഠിപ്പിന് ജോലി കിട്ടുന്നില്ലെന്നോ? ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ജോലിയൊന്നും മോള് ചെയ്തതായിട്ട് കാണുമ്പോൾ തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു ജോലി ചെയ്യുക? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കുറച്ചായിട്ട് ഇങ്ങനത്തെ ജോലി ചെയ്ത് പഠിച്ചോളാം ഏട്ടാ. അപ്പോൾ അയാൾ മേഘയെ നോക്കിയിട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.